എങ്ങനെയാണ് ഇത്രയും ദൂരത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുക? അവിടെയൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഭാവിയിൽ ഇന്ത്യയെ തന്നെ നയിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടൊരു ഭാവി നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ +2 പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളോടാണ്. ഇത് നിങ്ങൾ മുഴുവനായിട്ടും കാണണം. നമ്മുടെ മക്കൾ +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏത് കോഴ്സ് പഠിക്കണം, എവിടെ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ ആശങ്കയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ അവരെ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീമുകളിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളും അവസരങ്ങളുമുള്ള ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പുതിയ കുറെ ട്രെൻഡുകളും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യുക, ഏത് സ്ഥാപനത്തിലേക്കാണ് പറഞ്ഞയക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ എത്തിക്കുന്ന എക്സാമിനേഷനാണ് CUT എന്ന് പറയുന്നത്. CUT എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ടും കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസുകളിലാണ് പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക. ഡൽഹി, ഹൈദരാബാദ്, UP, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷനെ കുറിച്ച് കുട്ടികൾ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആശങ്കയും കൺസേണും എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇത്രയും ദൂരത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുക, എങ്ങനെയാണ് ഇത്രയും ദൂരത്ത് കുട്ടികൾക്ക് അവർ പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള സംഗതികൾ ആലോചിച്ചിട്ട് ആശങ്കകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപത്തെ കാലത്തെ പോലെയല്ല ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകം കാണാനും അറിയാനുമുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും കൂടുതൽ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ കരിയറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും JNU ആണെങ്കിലും ജാമിയ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും അവിടെയൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഭാവിയിൽ ഇന്ത്യയെ തന്നെ നയിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. നിങ്ങൾ ടോപ്പ് മോസ്റ്റ് പൊളിറ്റീഷ്യൻസിനെയോ അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റുകളെയോ അതുപോലെ തന്നെ ഇന്ത്യയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ ടോപ്പ് മോസ്റ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച ആളുകളായിരിക്കും. ഭാവിയിൽ നമ്മുടെ മക്കളും അത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ട് ആ രീതിയിലേക്കൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല അക്കാദമിക അന്തരീക്ഷമുള്ള സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശികമായിട്ടുള്ള ആശങ്കകൾ അതുപോലെ തന്നെ കൺസേൺസ്, അവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് അവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ചെലവുകളെ സംബന്ധിച്ചാണ്. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. മാത്രമല്ല പല യൂണിവേഴ്സിറ്റികളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് സംവിധാനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ BA കോഴ്സ് ആണെങ്കിലും BCom ആണെങ്കിലും BBA ആണെങ്കിലും BVoc ആണെങ്കിലും BTech ആണെങ്കിലും ഇനി അതല്ല അഗ്രികൾച്ചർ കോഴ്സ് ആണെങ്കിലും ഇങ്ങനെ എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അത്തരം ഓരോ സംഗതി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും പരമാവധി അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ വളരെ മനോഹരമായിട്ടൊരു ഭാവി നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓൾ ദ ബെസ്റ്റ്.